പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ആരാധനയുടെ കലവറകളില്ലാത്ത വെളിപ്പാട് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന മർമ്മശേഖരങ്ങളാണ്. ആരാധനയ്ക്കൊരു ഒരുക്കം ആവശ്യമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നു. അനേകർ ആരാധനയ്ക്ക് പോയിട്ട് അവർക്ക് വിടുതലില്ല. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ: ഒരുക്കങ്ങളില്ല. അബ്രഹാം മകനുമായി ആരാധനയ്ക്ക് പുറപ്പെട്ടു, അനുഗ്രഹം പ്രാപിച്ചു തിരിച്ചു വന്നു. ഒന്നാമത്തെ കാരണം, അതിരാവിലെ എഴുന്നേറ്റു. ആരാധനയ്ക്ക് ഒരു ഒരുക്കം ആവശ്യം. അതിരാവിലെ എഴുന്നേൽക്കണം ആരാധനയ്ക്ക് വേണ്ടി. 2, കഴുതിക്ക് കോപ്പിട്ട് അതിനെ ഒരുക്കണം. 3, ഹോമയാഗത്തിനുള്ള വിറക് കീറണം, വിറക് കെട്ടണം, അതിനെ ഒരുക്കി വയ്ക്കണം. ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ പുറപ്പാടാണ്. എവിടെയാണോ ആരാധിക്കേണ്ടത്, ആരാധന സ്ഥലത്തേക്കുള്ള പുറപ്പാടാണ്. 2, ഈ പുറപ്പാടിന് 3 ദിവസത്തെ യാത്രയുണ്ട്. ഒരാരാധന ഓടിച്ചെന്ന് പ്രാപിക്കുന്നതല്ല. അതിന് 3 ദിവസത്തെ യാത്ര, രാവും പകലുമുള്ള യാത്ര, കല്ലും മുള്ളും ചവിട്ടിയുള്ള യാത്ര. 3, ആരാധന സ്ഥലം അബ്രഹാം കണ്ടു. എവിടെയെങ്കിലുമല്ല ആരാധിക്കേണ്ടത്. ദൈവിക വെളിപ്പാടിൻ്റെ ആഴം, ആത്മമണ്ഡലം തുറക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവ് ചലിക്കുന്ന സഭകളുണ്ട്. അവിടെയാണ് ആരാധന വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആരാധന സ്ഥലം. അത് ദൈവം പറഞ്ഞു കൊടുത്തു: ഇന്നിടത്ത് നീ ആരാധനയ്ക്ക് വരണം. മോറിയ മലയിൽ അബ്രഹാം ആരാധന സ്ഥലം കണ്ടു. ഇത്രയുമായി കഴിഞ്ഞാൽ ആരാധനകളുടെ വെളിപ്പാടുകളാണ്. 1, ഞാനും മകനും ആരാധിച്ചിട്ട് വരാം. ബാല്യക്കാരെ മോറിയ മലയുടെ താഴ്വരയിൽ നിർത്തി, കഴുതിയെയും അവിടെ നിർത്തി. 2, വിറക് കഴുതയുടെ മേൽ നിന്നിറക്കി ഇസ്ഹാക്കിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. വെട്ടി നുറുക്കിയ കൊത്തിക്കീറിയ വിറക് ഇസ്ഹാക്കിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. തലമുറകളിലേക്ക് ആരാധനയുടെ ഭാരമല്ല, ഒരു വെളിപ്പാട് ഇസ്ഹാക്കിൻ്റെ മേൽ അബ്രഹാം വെച്ച് കെട്ടുകയാണ്. തീയും കത്തിയും അബ്രഹാം എടുത്തു. അവർ ഒരുമിച്ച് നടന്നു. മുന്നോട്ടവർ നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇസ്ഹാക്ക് മോറിയ മലയുടെ നടുഭാഗത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്ന പ്രസക്തമായൊരു ചോദ്യമാണ്: യാഗവസ്തു എവിടെ? കുഞ്ഞാടെവിടെ? കാൽവറിയുടെ രക്തത്താൽ ജയം. അബ്രഹാമിൻ്റെ മറുപടി: ദൈവം കരുതിക്കൊള്ളും. ഇന്നലെയുടെ നാളുകളിൽ അറിവിൻ്റെ വെളിപ്പാടിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുന്ന, ദൈവമഹത്വത്തിൻ്റെ ആഴങ്ങൾ വ്യക്തമായി വെളിപ്പാടിൽ കണ്ടിറങ്ങിയ അബ്രഹാം മകൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ പതറിയില്ല. ദൈവം കരുതിക്കൊള്ളും. തിരിച്ചു വരുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരായി 2 പേരും മോറിയ മല ഇറങ്ങുകയാണ്. ആരാധനയ്ക്ക് കൊടുത്തു. ആരാധനയിൽ നിന്ന് അനുഗ്രഹം മേടിച്ച് അബ്രഹാം ഇസ്ഹാക്കുമായി തിരിച്ചു വരുന്ന ആരാധനയുടെ വെളിപ്പാടിൻ്റെ തലങ്ങൾ എത്ര ചിന്തിച്ചാലും മതി വരാത്ത ആത്മീക നിധിശേഖരങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ആരാധനയ്ക്കകത്ത് കിടക്കുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വം, അഭിഷേകത്തിൻ്റെ മഹത്വം, വെളിപ്പാടിൻ്റെ മഹത്വം, വാഗ്ദത്തങ്ങളുടെ മഹത്വം ജീവിതത്തിൽ ഏറ്റെടുത്തിയ ദുഷ്ടലോകത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ തരട്ടെ. ആമേൻ.